പ്രിയമുള്ളവരെ നമസ്കാരം. കാലം ആരോടും കണക്ക് ചോദിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് അവരെ യാത്രയാക്കിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയെ കിടുകിട വിറപ്പിച്ചിരുന്ന ഒത്തിരിയേറെ ഭരണാധിപന്മാർ ഈ ലോകത്ത് ജീവിച്ചിരുന്നു. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ എത്രയോ കൊലപാതകങ്ങൾ നടത്തിയൊരു മനുഷ്യൻ. അതുപോലെ മുസോളിനി ഇറ്റലിയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ജൂലിയസ് സീസർ. നമുക്കറിയാം, നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിന്ന് നിശബ്ദമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പല ഭരണാധികാരികളും നമുക്ക് ചുറ്റുമുള്ള പല ലോകത്തും മറ്റുള്ള ലോകരാഷ്ട്രങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഞെരുക്കി യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുന്ന വലിയ വലിയ സാമ്രാജ്യത്വ ശക്തികൾ നമ്മുടെ രാജ്യത്ത് തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ തല്ലിച്ച് മനുഷ്യരെ നിരപരാധികളെ കുരുതി കൊടുക്കുന്ന ഒരുപാട് ഭരണാധികാരികൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇവരെല്ലാവരും കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളവരാണ്. ഇവരോടൊന്നും കാലം കണക്ക് ചോദിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കില്ല. നമ്മൾ മനസ്സിലാക്കണം, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, എന്നെ സംസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുപോലെ ലോകം മുഴുവനും വിറപ്പിച്ചിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ ഒരു ഒരു കവാടത്തിനുള്ളിൽ സ്വയം വെടിവെച്ച് മരിക്കുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലും നമുക്ക് ഇത്തരത്തിലുള്ള ഭരണാധികാരികളെ നിശബ്ദമായിട്ട് നമ്മൾ സഹിക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്രൂരമായ ഭരണാധികാരികളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ നിങ്ങൾ കാത്തിരിക്കണം, കാലം കണക്ക് ചോദിക്കാതെ ഒരു ഭരണാധികാരിയെയും ഈ ലോകത്തുനിന്ന് വിടില്ല. അവരൊരിക്കലെങ്കിലും അവർക്കൊരു മരണമുണ്ടെന്നും അവരും നിസ്സാരമായ ഈ ശ്വാസോച്ഛ്വാസം നിലച്ച് ഭൂമിയിൽ നിന്ന് കടന്നു പോകുമെന്നും ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എത്രയോ പരിവർത്തനങ്ങൾ അവർ വരുത്തിയാനേ.